ഇപ്പം സൂരജ് ടോമുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങളായി അല്ലേ? അപ്പം അത് അങ്ങനെ ഒരു കാര്യം, കാരണം പാവ എന്ന സിനിമയിൽ ഇപ്പം നമ്മൾ പാടിയ ഈ പാട്ടാണ് ആനന്ദിനെ അടയാളപ്പെടുത്തിയത് തന്നെ. അപ്പം അങ്ങനെ ഒരു അസോസിയേഷൻ, ഒരു സൗഹൃദം അതെങ്ങനെയാണ്? സംവിധായകനും നടനും തിരക്കഥയും കഥയൊക്കെ എങ്ങനെയായിരുന്നു അത്? ആക്ച്വലി എനിക്ക് സുഖമുള്ള കാര്യം എന്ന് പറയുന്നത്, സൂര്യനോട് എനിക്ക് എന്തും പറയാം, അതുപോലെ തന്നെ തിരിച്ചും പറയാം. അപ്പൊ ആ സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. എനിക്ക് സൂര്യേട്ടൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ലോകത്തെ ഏറ്റവും സാധു ആയിട്ടുള്ള വളരെ നല്ല മനസ്സിനുടമയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര ഒരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ സുഖമുണ്ട്. എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യാം, പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിന് പിന്നെ അൾട്ടിമേറ്റ്ലി എന്നെ നടനാക്കുന്നതൊക്കെ പുള്ളി തന്നെയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് എന്നെ പിടിച്ച് ഇതിലേക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് എന്നും തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന തൊട്ട് ഇന്ന് സിനിമ ചെയ്യുന്നവരൊക്കെയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം മോർ ദാൻ സിനിമ എന്നൊക്കെ പറഞ്ഞ ഇതിനെക്കാട്ടും ഉപരി വി ആർ ലൈക്ക് ബ്രദേഴ്സ്, അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ട്രെയിലർ കാണിക്കുന്നുണ്ട്, ഈ ഡ്രസ്സിൽ നീ ഭയങ്കര സെക്സി ആയിട്ടുണ്ടെന്നുള്ളത്. അത് മനഃപൂർവ്വം, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ ജിനു അല്ലേ, നമുക്ക് ജിനുവിൻ്റെ ആദ്യ സിനിമ തമാശ പോലെ തന്നെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് മനഃപൂർവ്വം തിരക്കഥാകൃത്ത് എഴുതി ചേർത്തതാണോ അത്? അല്ല, ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. ഇതിന് മനഃപൂർവ്വം എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് ചെയ്ത ഒരു കാര്യം. ഒരാളുടെ കണ്ണില് അയാൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി സെക്സിയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലല്ലോ. അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് കരുതുന്നത് മൂന്നാമത്തെ ഒരാളുടെ വിഷയമാണ്. അങ്ങനെ ഒരു ഭാഗം ഇല്ല. ആ കഥാപാത്രത്തിന് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടാണ് അത് പറയുന്നത്. അതില് എനിക്ക് തോന്നുന്നത് അത് മെലിഞ്ഞ ആളോട് പറഞ്ഞാലും തടിച്ച ആളോട് പറഞ്ഞാലും കറുത്ത ആളോട് പറഞ്ഞാലും വെളുത്ത ആളോട് പറഞ്ഞാലും അയാളുടെ ഇഷ്ടമാണ് പറയുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. വേറെ അതിനകത്ത് ഫോഴ്സ് ചെയ്തിട്ടുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഈ സിനിമയുടെ പോസ്റ്ററും ഈ സിനിമയുടെ പാട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ പൊതുവേ ചൂസ് ചെയ്ത സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് തോന്നി. അപ്പം അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ കാണണ്ട എന്ന് തോന്നുന്ന ഈ രണ്ടു തരം പ്രേക്ഷകരോടും ആനന്ദൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് വിശേഷം ജൂലൈ 19 നമ്മൾ റിലീസ് ചെയ്യാണ്. നമ്മുടെ ടീസറും പാട്ടും ഒക്കെ കാണുമ്പോൾ അതിന് ചുവട്ടിൽ വരുന്ന കമൻ്റാണ്, ഒരു ചെറിയ ചിരിയോടെ അല്ലാതെ ഇത് കണ്ട് തീർക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല, നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളെ. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ ചിരിയോടെ സിനിമ മുഴുവൻ കണ്ട് സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കണ്ടു പോവാവുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ആ ഉറപ്പും വിശ്വാസമാണ് എനിക്ക് ഈ സിനിമ. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഈ വിശേഷത്തിലുള്ളത് അതാണ്. ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമയായിരിക്കും, ഒരുപാട് സ്നേഹമുള്ള സിനിമയായിരിക്കും. തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആ സ്നേഹമായിട്ടാണ് പോവുള്ളൂ. സ്നേഹവും സന്തോഷവും. ഇപ്പം ചിന്നുവിലേക്ക് വരുമ്പം തൊട്ട് മുന്നേ നടന്നൊരു ഇൻ്റർവ്യൂവിൽ മാല പാർവതി ചേച്ചി പറയുകയുണ്ടായി, ഇനി ചിന്നുവിൻ്റെ സിനിമകൾ എന്ന ലേബലിൽ സിനിമകൾ വരും. അങ്ങനെയുള്ള സിനിമകൾ ഇനി ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. വിശേഷം എന്തുകൊണ്ടാണ് ചിന്നു ഞങ്ങൾ കാണേണ്ടത്? വിശേഷം ഒരു കോമഡി ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ അത് ആ ഒരു ലേബിൾ, ആ ഒരു ജോണർ, ആ ഒരു ലേബിൾ വരുന്നത് ഒരു സിനിമയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജോണർ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ വിശേഷം ഈസ് യൂണിവേഴ്സൽ. അത് കാണുന്ന ഓരോരുത്തർക്കും, നമ്മളിപ്പോൾ കുറച്ച് സ്ക്രീനിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ആ പ്രായത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് വിചാരിക്കുന്ന സിനിമ, പക്ഷേ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ വന്നിരുന്ന് കണ്ടിട്ട് ദേ ആർ thoroughly enjoying the cinema. അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പം ഈ പറഞ്ഞ പോലെ വിശേഷം ആയില്ലേ എന്ന് പറയുന്ന ചോദ്യം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ആണും പെണ്ണും ഫേസ് ചെയ്യുന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാരുടെ സിനിമയാണ് വിശേഷം. പ്രായഭേദമന്യേ. അതെ. അപ്പോൾ അത് ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, പിന്നെ ഇറങ്ങി പോകുമ്പോൾ സന്തോഷത്തോടു കൂടി പോകും. അത് ഒരുപാട് സന്തോഷം. ആനന്ദിനെയും ചിന്നുവിനെയും ഒരുമിച്ച് ഇത്രയും സമയം എൻ്റെ കൂടെ ചെലവഴിച്ചാൽ ഒരുപാട് സന്തോഷം. രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ വിശേഷം നമ്മളെ എല്ലാവരെയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മളെല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുകയും ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഒരുപാട് സന്തോഷം.